ഞാൻ ലാസ്റ്റ് ടൈം ഇട്ട വീഡിയോ കണ്ടിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ് ചോദിച്ചു എവിടെയാണ് ആ സ്ഥലം, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലോ എന്ന്. മറ്റെങ്ങുമല്ല, തെമ്മലയായിരുന്നു കേട്ടോ. അത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് മാത്രം യാത്ര ചെയ്താൽ മതി തെമ്മലയിലെത്താൻ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സാഡിൽ ഡാമിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാകാം ബാക്കിയെന്ന് കരുതി. ഇത്തവണ ഞങ്ങൾ കസിൻസ് എല്ലാവരോടായിട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ആ സാഡിൽ ഡാമിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഞങ്ങളുടെ ലക്ഷ്യം ഇത്തവണ ഐലൻഡ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. പെർ ഹെഡ് ഒരു 80 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് നമ്മൾ ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കാട്ടിലൂടെയാണ് കൊണ്ടുപോകുന്നത്. വളരെ നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടികളൊന്നും അവിടേക്ക് അലൗഡ് അല്ല. ഈ ബസ്സിൽ വേണം എല്ലാവരും കയറി പോകാനായിട്ട്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 1 to 2 hour നമുക്ക് ഫുള്ളി അവിടെ എൻജോയ് ചെയ്യാം. അപ്പോൾ അതേ നോക്കിക്കേ, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാന്ന് നോക്കിക്കേ. ഇത്രയ്ക്കും കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള റിലാക്സിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരുപാട് തവണ തെമ്മലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐലൻഡിലേക്ക് വരുന്നത് ഇത് ആദ്യമാണേ. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്ലേസ്. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻ്റ് നിങ്ങൾ നോക്കിക്കേ, എന്ത് ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവരൊന്ന് പറയണേ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുറേ ദൂരത്തേക്ക് ഈ വെള്ളത്തിന് ഒട്ടും ആഴമില്ല. നമുക്കതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കാം, നമുക്ക് സ്നാക്സൊക്കെ കഴിക്കാം. അതുപോലെ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. അതിനുശേഷം നമ്മൾ പോയത് ഒറ്റക്കൽ ലുക്കൗട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെയർ കയറി മുകളിലേക്ക് ചെന്നാൽ നമുക്ക് നല്ലൊരു ഫുൾ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല ചായയും കുറച്ച് അധികം സ്നാക്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. തെമ്മൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ഐലൻഡ് നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടമായി പോകും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും അവിടേക്കൊന്ന് പോവുക, വിസിറ്റ് ചെയ്യുക, ചില്ല് ചെയ്യുക. ഓക്കെ, ബൈ.